Radio Lime. Limelight. Radio Lime. Freshness in വേറെ level. നമസ്കാരം. UK റേഡിയോ ലൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ ലൈമിൽ ഇത് ലൈം ലൈറ്റിന്റെ സമയമാണ്. ലൈം ലൈറ്റുമായിട്ട് കൂടെ ഉള്ളത് RJ നിവ്യയാണ്. നിങ്ങൾക്കറിയാം, എന്നോടൊപ്പം ഒരാള് എപ്പോഴും ഉണ്ടാവും അല്ലെ ലൈം ലൈറ്റിലെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങള്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പ്രമുഖരായിട്ടുള്ളവര്, അങ്ങനെ ഒത്തിരി അധികം പേര് ഈ ഒരു ഷോയിലൂടെ കടന്നു വന്ന് ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചു പോയിട്ടുണ്ട്. ഇന്നും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു യുവതാരമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഒരുപാട് നല്ല സിനിമകളിലൂടെ ഇങ്ങനെ കത്തി നിന്നതേ ഇപ്പോ UK ഷൂട്ട് ചെയ്ത ബിഗ് ബെൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ബിഗ് ബെന്നിലെ സ്വന്തം നായകൻ, നമ്മുടെ സ്വന്തം ഹീറോ അനു മോഹനാണ് ഇന്ന് എന്നോടൊപ്പം ലൈം ലൈറ്റിലുള്ളത്. സ്വാഗതം അനുചേട്ട. റേഡിയോ ലൈമിനൊപ്പം ലൈം ലൈറ്റിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ് ആണ് പറയാനുള്ളത്. കാരണം ബിഗ് ബെൻ ഇങ്ങനെ തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് സ്ക്രീനുകൾ ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് നല്ല റെസ്പോൺസുകളാണ് വരുന്നത്. കണ്ടവരൊക്കെ ഒരു അടിപൊളി മൂവി എന്നിങ്ങനെ പറയുമ്പോൾ ചേട്ടൻ തന്നെ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രിപ്പറേഷന് ശേഷം ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നല്ല റെസ്പോൺസസ് ഒക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? വലിയ സന്തോഷമാണ്. കാരണം എല്ലാവരും സിനിമ കണ്ടിട്ട് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സിനിമയാണിത്, ഭയങ്കര രസമുള്ള വർക്കാണെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വലിയ സന്തോഷം. കാരണം നമ്മളിത് ഒരു എനിക്ക് തോന്നുന്നു ബിനോദ് ചേട്ടൻ, എൻ്റെ ഡയറക്ടർ, എൻ്റെ അടുത്തൊരു 2020 മുതൽ ആണ് ഞങ്ങൾ കോൺടാക്റ്റിലുള്ളതും ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിനെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നതൊക്കെ. അപ്പോൾ അന്നു മുതലുള്ള ഒരു ഹാർഡ് വർക്കാണ്. കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഈവൻ ഈ ഒരു പ്രൊജക്റ്റ് ഓണാക്കാനും, ഈ നമ്മൾ UK ഷൂട്ട് ചെയ്യുന്നത്, അങ്ങനെ മൊത്തത്തിൽ ഒരു നമ്മുടെ ഒരു ഫിലിം ക്രൂവിനെ അങ്ങോട്ട് ട്രാവൽ ചെയ്യിക്കുക, അവിടെ നമ്മളുടെ ഒരു ടീം സെറ്റ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രോസസ്സായിട്ടുള്ളൊരു വലിയൊരു സ്ട്രഗിളുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം അതൊക്കെ തരണം ചെയ്ത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് നമ്മളെങ്ങും കോംപ്രമൈസ് ചെയ്യാതെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ലൊക്കേഷൻസും സീക്വൻസും എക്യുപ്മെൻസും ഒരു തരത്തിലും നമ്മൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാതെ ഷൂട്ട് ചെയ്ത് തിയേറ്ററിലെത്തി എല്ലാവരും ഗംഭീര അഭിപ്രായം പറയുമ്പോൾ വലിയ സന്തോഷം. തീർച്ചയായിട്ടും അനുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആ ചെയ്തിട്ടുള്ള ഒരു ഹാർഡ് വർക്കിന്റെ ഒക്കെ ഒരു ഔട്ട്പുട്ട് ഈ സിനിമ കാണുമ്പോഴും നമുക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രേക്ഷക എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു മൂവിനെ കുറിച്ച് പറയുമ്പോഴേ ഈ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് ചോദിക്കും പോലെ UK മലയാളികൾക്ക് എന്താണ് ഈ ഒരു മൂവിയായിട്ട് ബന്ധം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. UK ഷൂട്ട് ചെയ്തു എന്നതിലപ്പുറം UK മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഈ ഒരു ഫിലിമിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വിമാനം കയറി UK പോരുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഒരു NRI കാറ്റഗറിയിലോട്ട് മാറ്റി നിർത്തപ്പെടുകയാണ്. പക്ഷെ അങ്ങനെ പറയുന്നവരാരും ഇവിടെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന സ്റ്റേജസിനെ കുറിച്ചോ ഇമോഷണൽ സ്ട്രഗിൾസിനെ കുറിച്ചോ ഇവിടുത്തെ ലോയിനെ കുറിച്ചോ ഒന്നും കൺസിഡർ ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റും. അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ UK മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. മാത്രമല്ല നാട്ടിലുള്ളവർക്കും ഏറെ ആസ്വദിച്ച് കാണാൻ കഴിയുന്ന ഒരു മൂവിയാണ്. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ബിഗ് ബെൻ. ചേട്ടൻ തന്നെ പറയൂ, എന്താണ് ബിഗ് ബെന്നിനെ കുറിച്ച് പറയാനുള്ളത്? ബിഗ് ബെൻ ആക്ച്വലി ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാനായിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം കൂടുതൽ കണ്ട ആൾക്കാരും അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഇമോഷണൽ ത്രില്ലറാണ് ഇത്. ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലുള്ള സിനിമയൊന്നുമല്ല. ഒരു ഫാമിലി റിലേഷൻഷിപ്പും അവരുടെ ആത്മബന്ധങ്ങളുടെ ആഴവും അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലം ഈ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന ഓരോ ഫേസസ് ഉണ്ട്. അപ്പം അതിലൂടെ അവർ ആ ക്യാരക്ടേഴ്സ് ട്രാവൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓഡിയൻസും ട്രാവൽ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പോൾ ബിഗ് ബെന്നെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു UK മലയാളികളുടെ കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല. സത്യം പറഞ്ഞാൽ ഒരു മലയാളി ഫാമിലിയിൽ നമുക്ക് UK മലയാളികളാണെങ്കിലും കേരളത്തിലുള്ള മലയാളി ഫാമിലീസ് ആണെങ്കിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെയൊക്കെ വീടുകളിൽ കാണുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളും ആൾക്കാരെയൊക്കെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും.
കുട്ടികൾ ഉള്ളവർ കൂടുതൽ അവർ കുറച്ചുകൂടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും തോന്നുന്നുണ്ട്. ഇത് ജീൻ്റെയും എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജീൻ എന്നാണ്. ജീൻ ഒരു പോലീസ് ഓഫീസറാണ്, നാട്ടിൽ SI ആണ്. ജീൻ്റെ വൈഫ് ലവ്ലി, അതിഥി ചെയ്യുന്ന ക്യാരക്ടർ. ലവ്ലി UK നേഴ്സാണ്. അപ്പോൾ മകള് അമ്മൂമ്മയുടെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ 3 പേര് 3 സ്ഥലത്ത് നിൽക്കുന്നതും അവർ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർ അച്ഛൻ മകളെയും കൊണ്ട് UK പോകുന്നതും, പിന്നെ നമുക്ക് പരിചിതമില്ലാത്ത ഒരു ടെറൈനിൽ ജീവിക്കേണ്ടി വരികയാണല്ലോ. അവിടുത്തെ നിയമവ്യവസ്ഥകളെ പറ്റി അറിയില്ല, അവിടുത്തെ രീതികളെ പറ്റി അറിയില്ല. അപ്പം അജ്ഞത കൊണ്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാവുന്ന പരിപാടികളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിൽ ഉള്ളൊരു ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം UK മലയാളി എന്ന സെൻസ് നമ്മൾ ഇപ്പം എല്ലാവരും ഒരു NRI കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഒരു മണി മേക്കിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്ത് നമ്മൾ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഈ പറയുന്നത് പോലെ എത്രയോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ ലണ്ടൻകാരാണെന്നൊക്കെ പറയുമെങ്കിലും അപ്പം അവിടെ നിന്ന് അവരെത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അവരുടെ ഒരു നാട്ടിൽ നിന്നൊക്കെ വിട്ട് സ്വന്തക്കാരെയൊക്കെ വിട്ടാണല്ലോ അവരൊരു വേറെ സ്ഥലത്ത് പോയി ജീവിക്കുകയും അവരുടെ ഒരു ജീവിതം പടുത്തുയർത്തുന്നത്. അപ്പം ആ സ്ട്രഗിൾസും ഒരു വേദനയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പം അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ബിഗ് ബെൻ എന്ന് പറയുന്ന സിനിമയിൽ. തീർച്ചയായിട്ടും UK മലയാളികളുടെ ജീവിതത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പം ബിഗ് ബെന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അനുചേട്ടാ, ഇത് പൂർണ്ണമായിട്ടും ജീനിന്റെ കഥയാണ്. എങ്ങനെയാണ് അനു മോഹൻ ജീനിലേക്ക് എത്തിപ്പെട്ടത്? ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു അനു മോഹന്റെ കടന്നുവരവ്? ബിഗ് ബെൻ മൂവിയുടെ ഭാഗമാകുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, 2020 ബിനോചരൻ എന്നെ ത്രൂ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും. ഇതേപോലെ UK ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വീഡിയോ കോളിലാണ് സംസാരിക്കുന്നത്. അപ്പം അതിനൊരു ഔട്ട്ലൈൻ പ്ലോട്ട് പറഞ്ഞു. അപ്പം ഞാൻ ബിനോചരൻ്റെ അടുത്ത് എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ബിനോചേട്ടൻ, അപ്പം ഞാൻ 1 ലൈൻ അയച്ചു തരും എന്നുള്ള ധാരണയിലാണ് ചോദിച്ചത്. അപ്പോൾ ബിനോചേട്ടൻ എനിക്കൊരു ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റാണ് എനിക്ക് മെയിൽ ചെയ്തത്. ഒരു കുറേ അധികം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. ഞാനത് വായിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പുതുമയുള്ള ഒരു സബ്ജക്റ്റായിട്ട് തോന്നി. നമ്മൾ ഇതുവരെ മലയാളത്തിൽ പറയാത്ത ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും ഒക്കെ എനിക്ക് ഫ്രഷ് ആയിരുന്നു വായിച്ചപ്പോൾ. അപ്പം അത് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം തോന്നി. നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്ന് തുടർച്ചയായിട്ടുള്ള ബിനോചനുമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ നമുക്കൊരു ബോധ്യം വന്നു. നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കും എന്നുള്ളൊരു നമുക്കൊരു ധാരണ വന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നതും ആ സിനിമ മുന്നോട്ട് പോയതും ബിഗ് ബെൻ ഇപ്പോൾ റിലീസായിരിക്കുന്നു. എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം, മലയാളത്തിൽ ഇന്നേ വരെ കടന്നു വരാത്ത ഒരു പ്രമേയം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബിഗ് ബെൻ എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടാ, ഈ ബിഗ് ബെന്നിനെ കുറിച്ച് പറയുമ്പോൾ ഭൂരിഭാഗവും UK ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. UK എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഈ സിനിമയിൽ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. അപ്പം എങ്ങനെയുണ്ടായിരുന്നു UK ഈ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി UK ഒക്കെ ഒന്ന് കറങ്ങി അടിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയായിരുന്നു. എന്തൊക്കെയാണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ? UK ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു. കാരണം നമ്മൾ ഏകദേശം ഒരു 52 ഡേയ്സ് അവിടെ ഷൂട്ട് ചെയ്തു. കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു, കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. അത് വെറുതെ UK കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ആ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളും. ഇപ്പം അയർലൻഡ് ആയിക്കോട്ടെ, ലിവർപൂൾ, ബെൽഫാസ്റ്റ്, ഡബ്ലിൻ എയർപോർട്ട് ആണെങ്കിലും, സെൻട്രൽ ലണ്ടൻ, ബാസിൽഡൺ, അപ്പം ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ആ സ്ക്രിപ്റ്റ്, ആ സ്ഥലം ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊന്നും കോംപ്രമൈസ് ചെയ്യാതെ അവിടെ തന്നെ ട്രാവൽ ചെയ്ത് ഇപ്പം ലിവർപൂൾ, ബെൽഫാസ്റ്റ് നമ്മൾ ഫെറി ഷൂട്ട് ചെയ്തതൊക്കെ ആ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭയങ്കര രസമുള്ളൊരു ഷൂട്ടിംഗ് ഷെഡ്യൂളാണ്. ഞാൻ ഷൂട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തു. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും ഷൂട്ടുള്ളതുകൊണ്ട് കറങ്ങാൻ പോക്കൊക്കെ ശോകമായിരുന്നു. കാരണം നമ്മുടെ കൂടെയുള്ള വിജയബാബുചേട്ടനും ബീച്ചേട്ടനും നിഷ ചേച്ചിയും ഷെബിനും ഒക്കെ ഒരുപാട്, അവരുടെ വിനയ് ഫോർട്ടും അവരൊക്കെ സ്കോട്ട്ലൻഡും അവിടെ ഇവിടെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ കുറേ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ട് കഥകൾ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര എനിക്കൊരു ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കര രസമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് പ്രോസസ്സും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര രസമായിട്ട് പോയൊരു ഡേയ്സ് ആയിരുന്നു ലണ്ടൻ ഡേയ്സ്.
അപ്പൊ ചേട്ടാ, ഒരുപാട് നേരമായിട്ട് നമ്മൾ ബിഗ് ബെന്നിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. ഇനി അനു മോഹൻ എന്നൊരു ആക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ ആക്ടിംഗ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അനുമോഹൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ കടന്നു വരുമ്പോൾ ഒരുപാട് വലിയൊരു എക്സ്പെക്ടേഷൻസ് ഫിലിം ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ തന്നെ കാണും അല്ലേ? എങ്ങനെയാണ് അനു മോഹന്റെ കരിയർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഇത് എപ്പോഴും നമ്മൾ എല്ലാവരും പറയും പോലെ വിധി പോലെ വന്നു ചേർന്നതാണോ? എങ്ങനെയാണ് സിനിമയിലേക്കുള്ള അനു മോഹന്റെ ഒരു കടന്നുവരവ്? മൂവി ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വരവ് ആക്ച്വലി ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പ്ലാൻ ചെയ്തിട്ട് വന്ന കാര്യങ്ങൾ. കാരണം എൻ്റെ പ്രായം അത് തന്നെയായിരുന്നു. ഏകദേശം എനിക്കൊരു 19-18 വയസ്സൊക്കെ ഉള്ളപ്പോൾ ആണ് ഞാൻ ചട്ടമ്പിനാട്, അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ കണ്ണേ മടങ്ങ് എന്നൊരു പറഞ്ഞ സിനിമയിൽ. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അതൊക്കെ ഇവരുടെ കൂടെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അഭിനയിക്കുന്നു എന്നല്ലാതെ അതും വലിയ താല്പര്യം ഇൻ ദ സെൻസ് എനിക്കന്ന് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരു ആളാണ് ഞാൻ. അപ്പം എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു സംഗതിയാണ്. അപ്പം അത് കാരണം ഞാൻ പല സ്ഥലത്തു നിന്നും മുങ്ങാറുണ്ടായിരുന്നു കുഞ്ഞിലേക്ക് ഇവരുടെ കൂടെ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ. പിന്നെ പിടിച്ചു നിർത്തി മറ്റേ കളിയാക്കിയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് ഈ കണ്ണേമടങ്ങിയിലൊക്കെ ചെയ്തതും ചട്ടമ്പിനാടിൽ അഭിനയിച്ചതും ഒക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ അച്ഛനെയും അമ്മേനെയും ചേട്ടനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിൽ ചെന്നപ്പോൾ അഭിനയിച്ചതാണ്. അതായത് ഓർക്കുട്ട് സിനിമ ചെയ്തു. ഞാൻ തീവ്രം എന്ന് പറയുന്ന സിനിമ മുതലാണ് ആക്ച്വലി ഇതാണ് എൻ്റെ കരിയർ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഷെല്ലൊക്കെ പൊട്ടി നമ്മളുടെ ഒരു സഭാകമ്പമൊക്കെ മാറി നമുക്കിത് ചെയ്യാൻ പറ്റും എന്നിവിടെ ഒരു ധാരണ വന്നപ്പോൾ ചെയ്ത സിനിമയാണ് തീവ്രം. അപ്പം അതിന് ഭയങ്കരമായിട്ടൊരു അപ്രിസിയേഷൻ കിട്ടി. പിന്നെ ടോട്ടൽ സിനിമ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് മുതൽ സ്ക്രീൻ വരെയുള്ള ഒരു വലിയൊരു ട്രാവൽ ഉണ്ടായിരുന്നു. ഒരു ഈ പറയുന്നത് പോലെ 2-2.5 വർഷത്തെ അതിനകത്ത് പ്രൊഡ്യൂസറെ അന്വേഷിക്കുക, ലീഡ് ആക്ടറിനെ അന്വേഷിച്ച് ഞങ്ങൾ പോകുന്നു, അതിൻ്റെ ലൊക്കേഷൻസ്. അപ്പം ഡയറക്ടറുടെ കൂടെ ഒരു തിയേറ്ററിലെത്തുന്നത് വരെ ഒരു ആ സിനിമ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റി. അപ്പം ആ ഒരു പ്രോസസ്സ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയും അതിൻ്റെ ഒരു ഹൈയും ഒക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് കിട്ടിയിരുന്നു. ആ സമയത്താണ് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് അത് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നതും സിനിമയാണ് ഇനി എൻ്റെ വഴി എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നതൊക്കെ തീവ്രം മൂവിക്ക് ശേഷമാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ വലിയൊരു ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അത് എനിക്ക് തുടക്കകാലങ്ങളിൽ ഭയങ്കര എനിക്ക് പേഴ്സണലി ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ എല്ലാ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും എല്ലാവരും അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയും അമ്മാവനെ പറ്റിയും അപ്പൂപ്പനെ പറ്റിയും ചേട്ടനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയായിരുന്നു. ഈശ്വരൻ, ഞാൻ ഇനി അവരുടെ പേര് ഞാൻ കളഞ്ഞു കുളിക്കുമോ എന്നുള്ളൊരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു തുടക്ക സമയങ്ങളിൽ. പിന്നെ ഈ പറയുന്നത് പോലെ തീവ്രം മുതലാണ് ആക്ച്വലി സ്ട്രഗിൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞതും. ആദ്യത്തെ 2 സിനിമ ഈ ഒരു ഫാമിലിയിൽ ഉള്ള ഒരാളായതുകൊണ്ട് എന്നിലേക്ക് വന്ന സിനിമകളാണ്. ഞാൻ ഇതെൻ്റെ വഴിയാണെന്ന് തിരഞ്ഞെടുത്തപ്പോൾ മുതലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ട്രഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ സ്ട്രഗിൾ ഫേസ് ചെയ്തേണ്ടി വരുന്നത്. അൾട്ടിമേറ്റ്ലി എവിടെ നിന്ന് വന്നു എന്ന് പറയുന്നതിലല്ല കാര്യം, നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ആ ഒരു ഫേസ് കഴിഞ്ഞിട്ട് അയ്യപ്പനും കോശിയിലെ CPO സുജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന് എല്ലാവരും അത് കണ്ട് അപ്രിഷിയേറ്റ് ചെയ്തപ്പോഴാണ് അനു മോഹൻ എന്നൊരു ആക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് അതിന് മുന്നേ ഞാൻ ചെയ്ത സിനിമകളിൽ എല്ലാ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുമെങ്കിലും അത് ഞാനാ ചെയ്തെന്ന് പലർക്കും ഞാൻ തന്നെ പറഞ്ഞിട്ട് പോലും പലർക്കും മനസ്സിലായി അത് അനുവായിരുന്നു എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയ്യപ്പനും കോശിക്ക് ശേഷം ഒരു ആക്ടർ എന്നൊരു ഐഡൻറ്റിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. അതിനുശേഷമാണ് ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു വലിയ പ്രീ പ്ലാൻഡ് ആയിട്ട് നമുക്ക് എന്നെ സംബന്ധിച്ചോളം നമുക്കങ്ങനെ സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ആർട്ട് ഫോം എന്ത് രീതിയിലുള്ള സിനിമ ഉണ്ടാക്കിയാലും അൾട്ടിമേറ്റ്ലി ഇതിനൊരു വിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ ജനങ്ങളാണ്. അപ്പം അവർക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെടുക, സിനിമ വിജയിക്കുക. അപ്പോഴാണ് ആക്ടേഴ്സ് എന്നല്ല എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും അതിൻ്റെ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ളൊരു പ്രചോദനവും ഇൻസ്പിറേഷനും ഒരു നെക്സ്റ്റ് ഡോറും ഓപ്പൺ ആവുള്ളൂ. അപ്പം അങ്ങനെ തന്നെയാണ്. ശരിക്കും ചേട്ടൻ പറഞ്ഞ കാര്യം വളരെ സത്യമാണ് കേട്ടോ. എപ്പോഴും നമ്മുടെയൊക്കെ ഈ ഒരു പാഷനാണ് നമ്മളേക്ക് ഓരോ മേഖലയിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അനു മോഹൻ എസ് ആക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് തീവ്രമാണ്. തീവ്രത്തിലെ ആ നെഗറ്റീവ് ഷെയ്ഡുള്ള ആ ഒരു റോള്. പിന്നീട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വാശിയിലായിട്ട് കടന്നു വരുമ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല കഥാപാത്രം, ഈവൻ അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നല്ല കഥാപാത്രമായിട്ട് വാശിയിലെ ആ ഒരു ക്യാരക്ടർ മാറുകയാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ നടന്മാർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് ഇതുപോലുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ കൂടി വരുമ്പോഴാണെന്ന്. ചേട്ടൻ എന്താണ് തോന്നിയിട്ടുള്ളത്? ആക്ടേഴ്സ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് നെഗറ്റീവിലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയില്ല. അത്
ഓരോ സ്ക്രിപ്റ്റ് ഡിമാൻഡ്, ഓരോ സിനിമ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ലീഡ് ചെയ്യുന്ന ആക്ടേഴ്സ് ആയിക്കോട്ടെ, ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ. ഇപ്പം ഞാൻ അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയിൽ CPO സുജിത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ റോളാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തതാണ്. അതിന് നല്ല രസമായിട്ട് അതിനൊരു വേറൊരു ഫേസ് നമ്മൾ കണ്ടു എന്നുള്ളൊരു സാധനം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തീവ്രം എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് ദുൽഖറിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലനാണ്. അതും ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ആളുകൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തു കേട്ടോ ആ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് നമ്മളത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ റീസൺ എനിക്ക് തോന്നാൻ ആ ക്യാരക്ടറുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു വില്ലനിസം, ആ ഒരു ദുഷ്ടതരം ജനങ്ങളിലേക്ക് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ മുറിവ് ഉണ്ടാക്കും എന്ന് തോന്നുന്നുണ്ട്. ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളെക്കാൾ പെട്ടെന്ന് നമുക്ക് മറ്റേ വില്ലൻ്റെ ഒരു പ്രവൃത്തി ചിലപ്പം പെട്ടെന്ന് രജിസ്റ്റർ ആവും. അപ്പം അത് മനസ്സിലിങ്ങനെ എപ്പോഴും കിടക്കും. ആ ഒരു ചിലപ്പോൾ ഒരു ഒലച്ചിലോ അല്ലെങ്കിൽ ആ ഒരു വേദനയോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ. ചില സിനിമകൾ കാണുമ്പോൾ ചില വില്ലന്മാരുടെ സാധനങ്ങൾ നമുക്ക് 2-3 ദിവസമൊക്കെ ഓർത്തിരിക്കും. അപ്പം എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് രജിസ്റ്റർ ആവാൻ കുറച്ചുകൂടെ നെഗറ്റീവ് റോള് ചെയ്യുന്ന ആളുകളുടെ കഥാപാത്രങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് റോൾസാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഇന്നത് എന്നൊന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ നായകനായാലും ക്യാരക്ടർ റോളായാലും പെർഫോമൻസ് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം അനു മോഹനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടൻ ഏകദേശം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം 1 decades അല്ലെങ്കിൽ 1.5 decades ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ചൂസി ആയിട്ട് മാത്രം സെലക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പൊതുവെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ടൈറ്റിൽ റോളിലോട്ട് എത്തിപ്പെടുക, നായകനാവുക എന്നൊക്കെയുള്ളതാണ് മനസ്സിൽ കിടക്കുന്ന ഒരു വലിയ മോഹം. പക്ഷേ ചേട്ടൻ്റെ കാര്യത്തിൽ അതൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എപ്പോഴും നല്ല നല്ല കഥാപാത്രങ്ങൾ നോക്കിക്കണ്ട് ചൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്തു പോകുന്നത്? ബേസിക്കലി ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഓവർ ചൂസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. വരുന്ന സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അല്ല നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ അടുത്ത് നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര രസമുള്ള തിരക്കഥകളൊക്കെ വായിക്കും അല്ലെങ്കിൽ കഥകൾ കേൾക്കും. പക്ഷേ ഈ വരുന്ന കൊണ്ടുവന്ന ടീമും അത് നമ്മൾ കഥ വായിച്ചിട്ടോ കഥ കേട്ടിട്ടോ കാര്യമില്ലല്ലോ. അതൊരു നല്ല സിനിമയായിട്ട് പുറത്തു വരണം, നല്ലൊരു പ്രൊഡക്റ്റായിട്ട് പുറത്തു വരണം. അപ്പം അത് മേക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീം അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആ ടീം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം എന്നാലല്ലേ നമുക്ക് സാധാരണക്കാരിലേക്ക് നല്ലൊരു സിനിമ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു സിനിമ എത്തിച്ചില്ലെങ്കിൽ ഇനി എത്ര നല്ല കഥയായിരുന്നു എന്ന് പണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു ചൂസ് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ നായകനെ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ പണ്ടും ഇപ്പോഴും ഒക്കെ സിനിമ കാണുന്നത് ഒരു ഭയങ്കരമായിട്ടൊരു ഹീറോ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു താരാരാധന വെച്ചിട്ടൊന്നും അല്ല. നമ്മൾ നല്ലൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ കണ്ടന്റും അതിൻ്റെ ഒരു കഥാപാത്രവും, ചിലപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ചില ക്യാരക്ടേഴ്സിനോട് ഭയങ്കര ആരാധന തോന്നും, ക്യാരക്ടർ ചെയ്ത ആളുകളോട്. അങ്ങനെ ഒരുപാട് ലെജൻഡ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളുടെ. അപ്പോൾ അവരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നതും അത് തന്നെയാണ്. നമ്മൾ ഓരോ പഴയ കാലത്ത് ഓരോ സിനിമകൾ എടുത്താൽ മതി, നമ്മൾ ആ മൊത്തത്തിൽ ഓരോ കഥാപാത്രം ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സിനെയും നമ്മളിങ്ങനെ വണ്ടറടിച്ച് നോക്കിയിരിക്കും. ഇപ്പം ലാലേട്ടൻ്റെയൊക്കെ ലാലേട്ടനും മമ്മൂക്കയും നെടുമുടി വേണുവെങ്കിലും തിലകനങ്ങളും എത്രയോ ആൾക്കാർ, ജഗതി അങ്കിള്, ഇന്നസെൻ്റ് അങ്കിള്, പപ്പു അങ്കിള്, മാളാരവിന്ദ ചേട്ടൻ, അങ്ങനെ സുകുമാരി ആൻറ്റി, ലളിത ആൻറ്റി എന്നൊക്കെ പറയുന്നത് എത്രയോ നമ്മൾ പറഞ്ഞാൽ തീരില്ല. അത്രയും ലെജൻസ് വിളഞ്ഞാടിയ ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. അപ്പം അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നതും. അപ്പം അങ്ങനെ അപ്പോൾ നമുക്കൊരു പെർഫോം ചെയ്യാൻ ഭയങ്കരമായിട്ട് സാധ്യതയുള്ള സിനിമകളോടൊക്കെ ഭയങ്കരമായിട്ടൊരു കൊതി തോന്നും. അപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനതാണ് ഫോളോ ചെയ്യുന്നതും. അപ്പം എനിക്ക് നാളെ ഒരു സിനിമ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ സിനിമയിൽ ഒരു സീനിലേ ഉണ്ടാവുള്ളൂ, എണ്ണത്തിൽ ഒരു സീനിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ടോട്ടൽ സിനിമയിൽ ആ സീൻ എന്ത് ഇമ്പാക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കഥാപാത്രം എന്ത് ഇമ്പാക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനൊരു നായകനെ ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ വില്ലനെ ചെയ്യൂ എന്നുള്ളൊരു ധാരണകളൊന്നുമില്ല. നല്ല സിനിമകൾ ഉണ്ടാവുക, നല്ല സിനിമകളുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗമാകുമ്പോൾ കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം ചിലപ്പോൾ നായകനായിരിക്കും. ഇപ്പം ബിഗ് ബെൻ എന്ന് പറയുന്ന ചിത്രത്തിൽ എനിക്ക് ആ ജീൻ്റെ ക്യാരക്ടർ ഒരുപാട് ലെയേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് ഈഗോ ഉള്ള ഒരാളാണ്. അയാൾക്ക് ഭാര്യയുണ്ട്, മകളുണ്ട്.
അയാൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം പല പല ലെയേഴ്സിലൂടെ പോകുന്നുണ്ട്. എന്നാൽ ഫാമിലിയോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്, എന്നാൽ കുറച്ച് ഡോമിനൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ലെയറിലൂടെ കടന്നു പോകുന്ന ക്യാരക്ടറാണ് ജിൻ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാനും ഞാനത് ചെയ്യാത്ത പരിപാടികളാണ്. അപ്പം തീവ്രം ചെയ്യുമ്പോഴും ഇത് തന്നെയാണ്. ഞാൻ അന്നൊരു ഓട്ടോ ഡ്രൈവറാണ്. അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. എനിക്കൊരു ഭാര്യയുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. അപ്പം അങ്ങനെ ഓരോ സിനിമകൾ കേൾക്കുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുക. നമ്മൾ കഥാപാത്രങ്ങൾ എന്നും ആളുകളുടെ മനസ്സിൽ നിൽക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാനും വർക്ക് ചെയ്യാനും സിനിമകൾ ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. ചേട്ടാ, പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സിനിമയിൽ ബന്ധപ്പെട്ടവര്, പ്രത്യേകിച്ച് നമ്മുടെ ഷോയിൽ പോലും ഒരുപാട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആക്ടേഴ്സും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദ മേക്കിംഗ് ഓഫ് എ ഫിലിം ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എ ക്രിയേറ്റീവ് ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ക്രിയേറ്റീവ് ഗ്രൂപ്പിനോട് ചേർന്ന് സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് അനു മോഹൻ വിശ്വസിക്കുന്നുണ്ടോ? അതോടൊപ്പം എന്താണ് മുമ്പോട്ടുള്ള പ്രൊജക്ട്സും മുമ്പോട്ടുള്ള പ്ലാനുകളും ഒക്കെ? അതിപ്പോൾ ഈ പറയുന്നത് പോലെ നല്ല സൗഹൃദങ്ങൾ, നല്ല സിനിമകൾ ഉണ്ടാക്കാൻ സഹായിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കരമായൊരു സൗഹൃദത്തിൻ്റെ ഒരു റാപ്പോട് സംഭവിക്കുമ്പോൾ നമുക്കൊരുപാട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചില തെറ്റുകൾ പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. തെറ്റാണെങ്കിൽ പോലും ഇപ്പം നമ്മളൊരു സജഷൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരിക്കും. എങ്കിൽ പോലും അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ആ ഒരു ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കഷൻസ് നടക്കും. പുതിയ പുതിയ ഐഡിയകൾ വരും, അല്ലെങ്കിൽ പുതിയ പുതിയ സാധ്യതകൾ നമ്മൾ ചിന്തിക്കും. അത് ഭയങ്കരമായിട്ട് സിനിമയെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഈവൻ ഞാൻ നമ്മളുടെ ബിഗ് ബെൻ്റെ കാര്യം എഗെയിൻ പറയുകയാണെങ്കിൽ, ബിനോജനുമായിട്ട് എനിക്ക് 2 വർഷത്തോളം ഉണ്ടായ ഒരു സൗഹൃദം നമ്മൾക്ക് ഷൂട്ടിംഗ് ഡേയ്സിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ കാണുമ്പോൾ വിനോദ് ചേട്ടാ നമുക്ക് അങ്ങനെ ചെയ്താലോ, ചില സാധനങ്ങൾ വിനോദ് ചേട്ടാ ഭയങ്കര രസമുണ്ട്, ഞാൻ ഇതിങ്ങനെയല്ല വിചാരിച്ചത്, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടും അനു അത് ഭയങ്കര രസമുണ്ട്, അല്ലെങ്കിൽ അനു അത് ഇങ്ങനെ ഒന്ന് മാറ്റി ചെയ്യും എന്നൊക്കെ പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നമുക്ക് നാളെ എടുക്കാൻ പോകുന്ന സീക്വൻസ് ഇതാണ് എന്ന് പറയുന്ന. അപ്പോൾ ആ ഒരു ടീം, ഏത് ടീമാണെങ്കിലും അതിനകത്ത് ഒരു നല്ലൊരു സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ പഴയ സിനിമകൾ, പ്രിയദർശൻ അങ്കിളുടെയൊക്കെ പടങ്ങൾ കണ്ടാൽ അറിയാം. ലാലേട്ടനും മുകേഷനും ഒക്കെ പൂണ്ടു വിളയാടിയ സിനിമകൾ. അപ്പം അവർക്ക് അത്രയും ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്കും അല്ലെങ്കിൽ ലൊക്കേഷനിലും അവർ ഉണ്ടാക്കുന്ന തമാശകളുടെയും ഒക്കെ വളരെ കുറച്ച് എഫക്റ്റേ നമ്മൾ സിനിമയെ കണ്ടിട്ടുള്ളൂ ശരിക്കും. അപ്പം ആ ഒരു സൗഹൃദം സിനിമ മേക്കിംഗ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി എൻ്റെ വരാനുള്ള സിനിമകൾ വീണ്ടും ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ വീണ്ടും ചെയ്യുന്ന സിനിമയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ കുറച്ചുകൂടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത് റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഞാനും ബിജു മേനോൻ ചേട്ടനും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന കഥ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാനുണ്ട്. ജോൺ പ്രൊഡക്ഷനിൽ നമ്മളുടെ മേപ്പിടിയാൻ്റെ ഡയറക്ടർ വിഷ്ണു മോഹൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതിൽ ബീച്ചറിനുണ്ട്, ഞാനുണ്ട്, അനുശ്രീ, നിഖില വിമൽ, ഹക്കീം, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. പിന്നെ ശ്രീനാഥ് ബാസിയും ഞാനും ഒരുമിച്ച് അഭിനയിച്ച വികാരം എന്ന് പറയുന്ന ഒരു സിനിമ. ഗൗരി ആണ് നായിക. അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി, വേറെ ഒരു മൂഡിലുള്ളൊരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്ത ത്രില്ലർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരിക്കും. അത് കഴിഞ്ഞ് ഷാജി കൈലാസ് സാറിൻ്റെ ഹണ്ട് എന്ന് പറയുന്ന സിനിമ റിലീസിനുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇനി റിലീസ് ചെയ്യാനുള്ള സിനിമകൾ. ബാക്കി കമ്മിറ്റ്മെൻറ്റുകളും ഒക്കെ ആയി വരുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയധികം നല്ല കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇത്തിരി നേരം കൊണ്ട് ഒത്തിരിയധികം വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു. അനു മോഹനെ കുറിച്ചും ബിഗ് ബെൻ മൂവിനെ കുറിച്ചും ഒക്കെ കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. റേഡിയോ ലൈമിനൊപ്പം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിന് ഒത്തിരി നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അനുചേട്ടാ. പ്രത്യേകിച്ച് ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, UK മലയാളികൾക്ക് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ് ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ബിഗ് ബെൻ കാണണം. ഒത്തിരി സന്തോഷവും സ്നേഹം അറിയിക്കുകയാണ് അനുചേട്ടാ. ഇത്രയും സമയം റേഡിയോ ലൈമിനൊപ്പം എന്നോടൊപ്പം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിന് ഒത്തിരിയേറെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് നിവ്യ. എല്ലാ UK മലയാളികൾക്കും എൻ്റെ വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സിൽ അവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് അവിടുത്തെ മലയാളി ഫാമിലീസാണ്. നമ്മുടെ ഷൂട്ടിംഗ് ക്രൂവിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരും, നമ്മുടെ ഷൂട്ടിംഗ് ക്രൂ ആൾക്കാർ മാത്രമല്ല ശരിക്കും ലൊക്കേഷനിലുണ്ടായിരുന്നു, അവിടെയുള്ള എല്ലാ മലയാളി ഫാമിലീസും ഉണ്ടായിരുന്നു. അവരുടെ സ്വന്തം സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സപ്പോർട്ടും ചെയ്തെന്ന ആളുകളാണ്. അപ്പം അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല.
അപ്പം ആ സിനിമ ഇപ്പോൾ എല്ലായിടത്തും റിലീസായിരിക്കുകയാണ്. UK-യിലുള്ള മലയാളികളും കേരളത്തിലുള്ള മലയാളികളും എല്ലാവരും, ഇപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മലയാളികളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ബിഗ് ബൻ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിവ്യ. മറ്റൊരു ദിവസം ലൈം ലൈറ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് മീ RJ നിവ്യ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ലൈം ആണ്. ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.